ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണസദ്യ ഉണ്ടാക്കാൻ തുടങ്ങി ഇത്രയും ദിവസമായി. നമ്മൾ ഇന്നലെ കാളൻ വരെ വിളമ്പി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പായസമാട്ടോ. ഞങ്ങളിവിടെ ആലപ്പുഴയിൽ കാളൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വിളമ്പുന്നത് പായസമാണ്. അത് എങ്ങനെയാണ് പായസം വിളമ്പുന്നതെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു പ്രഥമനായിരിക്കും ആദ്യം വിളമ്പുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു പ്രഥമൻ ഇലയിൽ, അത് ഇലയിലാണ് വിളമ്പുന്നത്. ഗ്ലാസ്സിൽ വേണ്ടവർക്ക് ഗ്ലാസ്സിലൊക്കെ കൊടുക്കും, അങ്ങനെയല്ല. എന്നാലും ആ സദ്യ ഉണ്ണുമ്പോൾ അതിൻ്റെ രീതിക്കനുസരിച്ചാണെങ്കിൽ ഒരു തവി പായസം പ്രഥമൻ ഇലയെ വിളമ്പി അതിനകത്തേക്ക് ഒരു പഴവും ഒരു പപ്പടവും ഒക്കെ ഇട്ടൊന്ന് കുഴച്ച് അത് ആ ഇലയിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളിയാട്ടോ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഞാൻ പ്രഥമൻ ഏതെടുക്കണം ഇങ്ങനെ ഒരു ആലോചനയിലായിരുന്നേ, പ്രഥമൻ ഏത് കാണിക്കണം എന്ന്. അപ്പം നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ എന്നോട് ചോദിച്ചു അടപ്രഥമൻ ഉണ്ടാക്കി കാണിക്കാവോ എന്ന്. അപ്പം ഞാൻ കരുതി അങ്ങനെയാണ്, പിന്നെ അടപ്രഥമൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അടപ്രഥമൻ ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ എളുപ്പമാണ് അല്ലേ. പാക്കറ്റിൽ അട കിട്ടും, ഇവിടെ കൊണ്ടുവന്ന് വേവിച്ച് അതിലോട്ടെല്ലാം ചേർത്ത് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും ഉണ്ടാക്കാം, അതും വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വാങ്ങിച്ചുണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ കരുതി അങ്ങനെ വേണ്ട, അടപ്രഥമൻ ഉണ്ടാക്കി കാണിക്കാവോ എന്ന് ആ ആള് ചോദിച്ചപ്പോൾ, ആരാന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിച്ചപ്പോൾ ഞാൻ കരുതി അത് യഥാർത്ഥത്തിൽ പണ്ട് നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കിയിരുന്ന പോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന്. പണ്ട് അടപ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് അറിയാമോ എല്ലാവർക്കും? മിക്കവർക്കും അറിയാമായിരിക്കും അല്ലേ. കുറച്ച് പാടുള്ള പണിയാം, എന്നാലും ശരി ഞാൻ കരുതി അതൊന്നും ഉണ്ടാക്കാമെന്ന്. അപ്പം നമുക്ക് അതിലോട്ടൊന്ന് പോകാം. അപ്പം അത് ചെയ്യുന്നതിന് മുമ്പ് ഈ അടപ്രഥമൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് പണികളുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പച്ചരി എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കുതിരാനായിട്ട്. പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു 4 മണിക്കൂർ മുമ്പ് തന്നെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നെല്ലുകുത്തി അരി കേട്ടോ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒന്ന് കുതിർന്ന് റെഡിയായിട്ടിരിക്കുക. അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നെല്ല് കുത്തിയ പച്ചരി ഒന്ന് 4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ആ അരി കുതിർത്ത് വെച്ചിരിക്കുക കണ്ടോ. ഇനിയിപ്പം നമുക്കിതൊന്ന് നല്ല നൈസായിട്ട് ഒന്ന് അരച്ചെടുക്കണം, തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കണം. അരി ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു സ്വല്പം ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഒത്തിരി വെള്ളമായി പോകരുത്. ഞാൻ ആ പരുവം കാണിച്ചു തരാം. നമ്മൾ അരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർക്കുവാണേ. ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തേ. അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടൊന്ന് ഒഴിക്കാം. കണ്ടോ, ഈ രീതിക്കാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഇതുപോലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കണേ. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തേ. ഇനി നമുക്ക് അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ആ മാവ് കലക്കി വെച്ചു കേട്ടോ. ഇനി ഞാനൊരു 1/2 കിലോ ശർക്കര ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഉരുക്കിയെടുക്കണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഈ ശർക്കര ഇട്ട് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ എടുത്ത് ഒന്ന് വാട്ടി വെച്ചിരിക്കുക കേട്ടോ. നമുക്കിനി ഇതിലോട്ട് ആ മാവൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഇതിലോട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇതിലോട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാം. തീരെ കനം കുറച്ച് വേണം നിരത്താനായിട്ട്. അരിപ്പൊടി ആയത് കാരണമേ ഇങ്ങനെ ഒട്ടൽ വരും, നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങ് പോരും. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഇത് ഒന്ന് പരത്തിയേ. ഇനി നമുക്ക് ഈ ഇലയൊന്ന് ചുരുട്ടി ഒന്ന് എടുക്കാവേ. നമുക്കിതിൻ്റെ 2 തുമ്പും ഒന്ന് കെട്ടിക്കൊടുക്കാം.
ഇത് കണ്ടോ, ഇങ്ങനെ ആക്കിയെടുത്ത് നമുക്കിനി ഇതിലോട്ട് വെച്ച് ഇതൊന്ന് വേവിക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് ആ മാവ് മുഴുവൻ ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കണം. ഞാൻ അന്നേരം ആ തേങ്ങ ഒന്ന് എടുത്ത് പാലെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അട വേവാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കര പാനിയാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിരകി വെച്ചിരുന്നത് 3 തേങ്ങയായിരുന്നു. അപ്പോൾ ആ തേങ്ങ എടുത്ത് നമുക്ക് ഒന്ന് പാല് പിഴിഞ്ഞെടുക്കാം. 1-ാം പാലും 2-ാം പാലും വേണേ. അപ്പം ഈ തേങ്ങ മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചാൽ ഞാൻ പാല് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പാല് എളുപ്പം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ചൂടുവെള്ളം ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു സ്വല്പം ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഒരു 2-3 സ്പൂൺ ചൂടുവെള്ളം 1-ാം പാലിന് ചേർക്കും. പിന്നെ ബാക്കി സ്വല്പം കൂടെ വെള്ളം ഇച്ചിരി ഇതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് അടിച്ച് 2-ാമത്തെ പാലെടുക്കുവേ, അങ്ങനെ എടുക്കുന്നത്. അപ്പം ഇതൊന്ന് എടുക്കാം. മിക്സിയുടെ വലിയ ജാറിനകത്തിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി ആദ്യത്തെ പാലിന്. ആ മാവ് പിന്നെ ഇല പരത്തി ഈ ചുരുട്ടിയെടുത്ത് കെട്ടി ഈ ഇഡലിക്കുട്ടകത്തിനകത്ത് ആവിക്ക് വെച്ചിരിക്കുമായിരുന്നേ. അത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായി കേട്ടോ. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നമ്മളൊന്ന് വെക്കണം കേട്ടോ വേകാനായിട്ട്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്ത് നോക്കാം. ചൂടാ എന്നാൽ സാധാരണ ഇത് നമ്മൾ കെട്ടി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കെട്ടി വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നൈസായിട്ടാണ് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് തണുത്താലേ നമുക്ക് ഈ ഇലയിൽ ഇതൊന്ന് വിടിയിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, അട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം നമുക്കിതൊന്ന് അടത്തിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. തീരെ നൈസായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇതൊന്ന് തണുക്കട്ടെ, നമുക്കിതെല്ലാം എടുത്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാവേ. അത് നമ്മൾ ഇഡലിക്കുട്ടകത്തിനകത്തുനിന്ന് എടുക്കാൻ പോകും കേട്ടോ. നേരത്തെ അതെല്ലാം നമ്മൾ അടുക്കി എല്ലാം വെച്ച് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ അത് അതിനകത്തുനിന്ന് എടുത്ത് മാറ്റണം. ആ അടയെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇലയിൽ നിന്ന് എടുത്ത് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി വലിയ ഷേപ്പിലൊന്നും അല്ല എടുത്തിരിക്കുന്നതെങ്കിലും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. കനം കുറഞ്ഞ കഷ്ണങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്കിത് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കും. ഈ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണേ. ഇപ്പോൾ ഈ ശർക്കരപ്പാനി ഞാൻ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന അടയൊന്ന് ചേർത്ത് കൊടുക്കാവേ. അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് നന്നായിട്ട് ഞാനത് ചെറിയ ഒരു ഇടത്തരം തീയിലാണ് വെക്കുന്നത്, മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. ഈ ശർക്കരപ്പാനിയായിട്ടൊന്ന് നന്നായിട്ട് ചേർന്ന് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരട്ടെ. ഇത് കണ്ടോ, ആ അട ഈ ശർക്കരയായിട്ട് ചേർന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരുവാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലും താത്തിയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇത് ചെറിയൊരു ഉരുളി ആയത് കാരണം പെട്ടെന്ന് തിളച്ചു തൂവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തീ കുറച്ചായിട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് കുറുകി വരുന്നതിനനുസരിച്ച് സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിപ്പം വേണ്ട, ഒരു സ്വല്പം കൂടെ കുറുകി കഴിഞ്ഞിട്ട് മതിയേ. ആ ശർക്കരയും അടയും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് വെന്ത് കുറുകി വരുന്നു. അപ്പോൾ ശർക്കരപ്പാനിക്കകത്ത് നമ്മൾ ശർക്കര ഉരുക്കി അതിനകത്തിട്ട് അട വേവിക്കുമ്പം വേഗത്തില്ല എന്ന് പറയും കേട്ടോ, മൂരിച്ച് പോകുമെന്ന് പറയും. പക്ഷേ നമ്മൾ നന്നായിട്ട് സമയമെടുത്ത് അത് അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ വെന്ത് കിട്ടും. കണ്ടോ, വെന്തത് കണ്ടോ, ഇങ്ങനെ ആവുമേ. പക്ഷേ നല്ല സമയമെടുത്ത് ചെയ്യുന്ന പണിയാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് അടപ്രഥമൻ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നായിട്ട്
ഇളക്കി കൊടുത്ത് തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ കൈ ഒന്ന് തെറ്റുവാണെങ്കിൽ ഈ ശർക്കരയും അടയും കൂടെ അടിക്ക് പിടിക്കും. കരിഞ്ഞു പോയാൽ പിന്നെ അതൊന്നിനും കൊള്ളത്തില്ല, എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അത് കാരണം നമ്മൾ പാക്കറ്റ് അട വാങ്ങിച്ചുണ്ടാക്കുമ്പോഴാണെങ്കിലും അതല്ല നമ്മൾ അട വീട്ടിലുണ്ടാക്കിയെടുത്ത് അടപ്രഥമൻ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചേറെ സമയം വേണ്ട ഒരു ജോലിയായി അടപ്രഥമൻ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ. അത് നമ്മുടെ തനതായിട്ടുള്ള സ്വാദിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണേ. ചെറിയ സ്പൂണായത് കാരണം കേട്ടോ ഞാൻ 2 പ്രാവശ്യം ഒഴിക്കുന്നത്. ഇതേ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ അതേ കണ്ടോ, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ ശർക്കരയ്ക്കകത്ത് നിന്ന് ഇങ്ങനെ കൊമള വന്നിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ച് ഇളക്കിയില്ല നമ്മുടെ ദേഹത്ത് തെറിക്കും. ചെറുപരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പരിപ്പിന് ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് തേങ്ങ മതി. അതിനുള്ള തേങ്ങ എടുത്തത് ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ജീരകം ചേർക്കാവേ. 1/4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂണിനാണ് കേട്ടോ, അല്ലാതെ ടീസ്പൂണിനല്ലേ. അതുപോലെ ഒരു 2-3-4-5 വെളുത്തുള്ളി കൂടെ ചേർക്കണേ. നമ്മൾ പരിപ്പ് കറി വെക്കുമ്പം ആകപ്പാടെ ചേർക്കുന്ന വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 3-4 പച്ചമുളക് കൂടെ വേണേ, 3 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ 3 തേങ്ങ തിരുമ്മി വെച്ചിരുന്നത് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ശർക്കരയ്ക്കകത്തിട്ട് നമ്മളിത് ഇങ്ങനെ വരട്ടിയെടുത്തായിരുന്നല്ലോ ഈ ശർക്കരയും കൂടെ. ഇപ്പോൾ ഇങ്ങനായി കണ്ടോ, ഇതുപോലായി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ 2ാം പാൽ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. ഒന്ന് നന്നായിട്ട് കുറുകി വരണം. 2ാം പാലൊഴിച്ച് നമ്മൾ അത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം കൂടെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് 1ാം പാലൊഴിച്ച് ഇത് വാങ്ങാവേ. പക്ഷേ അന്നത്തേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്യാം. ഇതേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. ഈ അടപ്രഥമൻ ഉണ്ടാക്കുമ്പം നെയ്യിൽ പിശുക്ക് കാണിക്കരുത്. നന്നായിട്ട് നെയ്യ് ചേർത്ത് തന്നെ വരട്ടിയെടുക്കണേ. ഇനിയിപ്പോൾ ഈ നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് വരട്ടിയെടുക്കാവേ. അതിന് ശേഷം നമുക്ക് 1ാം പാല് ചേർക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഈ കശുവണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണേ. ഇത്രയും കശുവണ്ടിപ്പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതങ്ങ് വറുത്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഒരു 5-8 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. ആദ്യം നമുക്ക് ഈ കശുവണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാവേ. ഒന്ന് ചെറിയ ചുമപ്പ് കളറാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഈ കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇവിടെ കിസ്മിസ് ഞാനിപ്പോൾ വാങ്ങിച്ചതല്ല കേട്ടോ. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഒരാൾ തന്നു കുറച്ച് കിസ്മിസ്. അപ്പം ഞാൻ കരുതി അങ്ങനെ അതൊന്ന് ഇട്ട് നോക്കാമെന്ന് കരുതി എടുത്തതാണ്. അല്ലാതെ ഞാൻ വാങ്ങിച്ചില്ല വെളിയിൽ. ഇതുകൂടെ ഒന്ന് കോരിയെടുത്തേക്കാവേ. നമ്മുടെ അടപ്രഥമനെ ആ 2ാം പാലിനകത്ത് കിടന്ന് നന്നായിട്ട് കുറുകി നല്ല സെറ്റായേ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1ാം പാലൂടെ ഒന്ന് ചേർത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മൾ എത്ര സമയത്ത് തുടങ്ങിയിട്ടെന്നറിയോ? ഏകദേശം ഒരു 1.5-2 മണിക്കൂറായി ഇപ്പം നമ്മൾ ഈ പായസത്തിൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ പായസത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അടയുണ്ടാക്കലല്ല, ഇതൊന്ന് വരട്ടി കുറുക്കി ഒന്ന് ഇങ്ങനെ ഈ പരുവത്തിനാക്കി എടുക്കാൻ ഒരു 1.5-2 മണിക്കൂർ ആകാറായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഈ 1-ാം പാല് ചേർക്കാവേ. ഓണത്തിന് പായസം ഇല്ലാതെ എന്ത് സദ്യയല്ലേ, അതും ഒരു അടപ്രഥമനില്ലാതെ എന്തൊരു സദ്യയാണ് അല്ലേ. അപ്പം നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടപ്രഥമൻ്റെ പണി 99% തീർന്നു കേട്ടോ. ഈ അടപ്രഥമൻ ഇലയിലോട്ട് കാളൻ അങ്ങോട്ട് വിളമ്പി കഴിഞ്ഞ് ആ ചോറുണ്ട് കഴിയുമ്പോൾ ഈ പ്രഥമൻ അങ്ങോട്ട് ഇലയിലോട്ട് ഒരു തവി ഒഴിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഒരു പഴം അങ്ങോട്ടിട്ട് കുഴച്ച് അതിനകത്തേക്ക് ഒരു പപ്പടവും കൂടി ഇട്ടൊന്ന് ഞെരടി ഒരു പിടി അങ്ങ് പിടിക്കണം. പിന്നെ തീർച്ചയായിട്ടും സദ്യയ്ക്ക് പ്രഥമൻ വേണ്ടെന്ന് വെക്കത്തില്ല, അതും അടപ്രഥമൻ. എന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ല, എന്നോട് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആൾക്കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ട് എന്നോട് അങ്ങനെ ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. പക്ഷേ എന്നാലും ഞാൻ ഈ ഓണ സീരീസ് തുടങ്ങിയപ്പോൾ ഒരാളെങ്കിലും എന്നോട് പറഞ്ഞല്ലോ ഒരു കാര്യം കാണണം എന്നുള്ളത്. അപ്പോൾ ആ ആളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാനിപ്പോൾ ഈ അടപ്രഥമൻ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ആൾ കേൾക്കാൻ കൂടെ വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ദേ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അത് കണക്ക് കിസ്മിസും ചേർക്കണം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഏലക്ക ചേർക്കണേ. അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ചൂടായി വരണേ, തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പം ഞാൻ നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചതേ തേങ്ങാപ്പാലിനകത്തൊന്ന് കലക്കിയെടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനതൊന്ന് കലക്കിയാണ് എടുത്തത്. അത് നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്തത്. അല്ലെങ്കിൽ ചിലപ്പം നന്നായിട്ട് ഇളകിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കഷ്ണം പോലെ കിടക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാലെടുത്ത് അതിനകത്തൊന്ന് ചേർത്തൊന്ന് കലക്കിയെടുത്ത് ഇനി ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അതേ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ അണ്ടിപ്പരിപ്പ് അങ്ങ് ചേർക്കാം. നമ്മുടെ ഓണ സീരീസിലെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്ന് പഴവും പപ്പടവും ഉപയോഗിച്ചൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ അപ്പുറമാണേ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഓണത്തിന് ഇതുപോലെ അടപ്രഥമൻ വെച്ച് നോക്കണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.